പാലക്കാട് വാണിയംകുളത്ത് മുൻ ഡിവൈഎഫ്ഐ നേതാവിനെ ക്രൂരമായി മർദ്ദിച്ച കേസിലെ പ്രതി വീണ്ടും ഡിവൈഎഫ്ഐ ബ്ലോക്ക് സെക്രട്ടറി ആയിരിക്കുന്നു. സി രാഗേഷിയാണ് ഷൊർണൂർ ബ്ലോക്ക് സെക്രട്ടറിയായി വീണ്ടും തെരഞ്ഞെടുത്തത്. മുൻ ഡിവൈഎഫ്ഐ നേതാവ് വിനീഷിനെ മർദ്ദിച്ച് പരിക്കേൽപ്പിച്ച കേസിലെ പ്രതിയാണ്. ഗൂഗിൾ VS വിവരങ്ങളുമായി. ഗൂഗിൾ കുറച്ച് ആളുകൾക്ക് മുമ്പത്തെ സംഭവമാണെന്ന് അവിടെ ആ പ്രദേശത്തൊരു വലിയ വിഷയമായതാണ്. ഇതെങ്ങനെ അയാളെ തന്നെ വീണ്ടും ആ സ്ഥാനത്തേക്ക് എത്തിച്ചു? അതായത് വാണിയംകുളത്തെ മുൻ ഡിവൈഎഫ്ഐ നേതാവ് വിനീഷിനെ മർദ്ദിച്ച് പരിക്കേൽപ്പിച്ച സംഭവത്തിലാണ് റിമാൻഡിലായ സി രാഗേഷിനെ തന്നെയാണ് വീണ്ടും ഷൊർണൂർ ബ്ലോക്ക് സെക്രട്ടറിയായി ആക്കിയിരിക്കുന്നത്. സമ്മേളന പ്രതിനിധികളിൽ ഒരു വിഭാഗം ഇതിനെ എതിർത്തെങ്കിലും ഈ വിഷയത്തെ ലഘൂകരിച്ച് കാണുകയാണ് ചെയ്തത്. സംഘടനയുടെ ചുമതലയിലുള്ളവർ മദ്യലഹരിയിൽ ഇത്തരം പ്രവർത്തികൾ ചെയ്യാൻ പാടില്ലായിരുന്നുവെന്നും ഇതിന് നേതൃത്വം മറുപടി പറയണമെന്നുള്ള വിമർശനങ്ങളൊക്കെ ഉണ്ടായെങ്കിലും ഇത് മാധ്യമ സൃഷ്ടിയാണെന്ന് പറഞ്ഞ് ഒഴിയുക മാത്രമാണ് ചെയ്തത്. സംഭവത്തിൽ റിമാൻഡിലായ പ്രതികൾക്കെതിരെ സംഘടനാ നടപടികൾ വൈകിയതും ഈ ബ്ലോക്ക് സമ്മേളനത്തിൽ ചർച്ചയായി. പക്ഷെ ഇതിൽ രാഗേഷിനെ ഈ ആക്രമണത്തിൽ ഉൾപ്പെട്ടവർക്കെതിരെ നടപടിയെടുത്തെങ്കിലും രാഗേഷിനെ താക്കീത് നൽകുക മാത്രമാണ് ചെയ്തത്. കാരണം രാഗേഷിന്റെ നിർദ്ദേശപ്രകാരമാണ് ഈ ആക്രമണം നടന്നത് എന്നുള്ളതായിരുന്നു കേസ് ആയി ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ രാഗേഷിനെ താക്കീത് ചെയ്യുക മാത്രമാണ് അന്ന് ചെയ്തത്. പക്ഷെ ഇപ്പോൾ വിഷയത്തിൽ വീണ്ടും ഇയാൾക്ക് ഇതിന്റെ നേതൃത്വത്തിലേക്ക് വരാൻ കഴിയുന്നു എന്നുള്ളതാണ് നമ്മൾ കാണുന്നത്. ശരി.